ഓം നമ ശിവായ. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 മാർച്ച് മാസം 17-ാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരുടെ നക്ഷത്രഫലമാണ് പറയുന്നത്. മേടക്കൂറുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം സുഖം, സ്വസ്ഥ, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള അനുഭവങ്ങൾ ഏറെക്കുറെ അനുകൂലമായി വന്നു നിൽക്കുന്ന ഒരു ദിവസമാണെന്ന് കരുതുക. അതുപോലെ തന്നെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ നേട്ടവും ഇവർക്ക് അനുകൂലമായി വന്നു നിൽക്കുന്ന ഒരു ദിവസമാണെന്ന് കരുതുക. ഈ ജാതകരെ സംബന്ധിച്ച് മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ മോശമായ അനുഭവമായി വന്നു ചേരും. മക്കൾ മുഖേന ധനനഷ്ടത്തിനൊക്കെ സാധ്യതയുണ്ട്. മക്കൾക്ക് ഏതെങ്കിലും ഇത്തരമുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിതാവിനും ഏതെങ്കിലും ഇത്തരമുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. രോഗം, ശത്രുത, കടബാധകളാലുള്ള പ്രതിസന്ധികളൊക്കെ ഈ ജാതകരെ സംബന്ധിച്ച് കാര്യമായിട്ടൊന്നും വന്നു ചേരുന്ന ദിവസമല്ലെങ്കിലും അതിനൊക്കെ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ സ്വല്പം അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മാരകമായ രോഗങ്ങളൊന്നും തന്നെ വന്നു ചേരാൻ സാധ്യതയില്ല. ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തുണയ്ക്കുന്ന ഒരു ദിവസമായി തിങ്കളാഴ്ച ദിവസം വന്നു ചേരുമെന്നുള്ളതാണ് പ്രത്യേകത. തൊഴിൽപരമായിട്ടുള്ള സ്ഥിതിയൊന്നും അത്ര മെച്ചമല്ല. ലാഭകരമായ അനുഭവങ്ങളൊന്നും വലിയ രീതിയിലുള്ള ഒരു നേട്ടമായിട്ട് വന്നു ചേരുന്ന ദിവസമല്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ ചിലർക്കുണ്ടാകുവാനുണ്ട്. തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ ഭാഗത്തു നിന്നും അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം സുഖം, സ്വസ്ഥ, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണെന്ന് കരുതുക. അതുപോലെ തന്നെ കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായി ഉണ്ടാകണമെന്നില്ല. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള അനുഭവങ്ങളും കാര്യമായിട്ട് വന്നു ചേരണമെന്നില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം. പിതാവ് മുഖേനയുള്ള നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ, പെൺമക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ്. രോഗം, ശത്രുത, കടബാധകളായുള്ള പ്രതിസന്ധികളൊന്നും തന്നെ വന്നു ചേരുവാൻ സാധ്യതയില്ല. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. മാരകമായ രോഗങ്ങളൊന്നും തന്നെ വന്നു ചേരുവാനുള്ള സാധ്യതയില്ല. തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടമൊന്നുമില്ല. പിതാവ് മുഖേനയുള്ള നേട്ടം പ്രതീക്ഷിക്കാം. തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേനയുള്ള നേട്ടം പ്രതീക്ഷിക്കാം. ധനനഷ്ടത്തിനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരൻ 2 പാദം നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകീരൻ 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് സുഖം, സ്വസ്ഥതേതന്മ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതിയും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭ്യമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. സ്ത്രീകൾ മുഖേനയുള്ള കാര്യവിജയം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. കാര്യവിജയത്തിൽ കൂടി കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. രോഗം, ശത്രുത, കടബാധകളാലുള്ള പ്രതിസന്ധികൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവങ്ങൾ നന്നേ കുറവായിട്ടുള്ള ഒരു ദിവസമായിരിക്കും തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മാരകമായ രോഗങ്ങളൊന്നും വന്നു ചേരുന്നില്ലെങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒക്കെ ഈ ജാതകർക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഈ ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ തുണയ്ക്കുന്ന ദിവസമല്ലെങ്കിലും ഭാഗ്യകരമായ അനുഭവങ്ങൾ സ്ത്രീകൾ മുഖേന വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതാവ് മുഖേനയുള്ള നേട്ടം, പിതാവ് മുഖേനയുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ജാതകർ ധനം ചെലവാക്കി കളയുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളതെങ്കിലും അതെല്ലാം ഇനിയിപ്പോൾ നല്ല കാര്യങ്ങളായിട്ട് വന്നു ചേരുമെന്നുള്ളതും പ്രത്യാശയ്ക്ക് വക നൽകുന്ന ഒരു കാര്യമായിട്ട് അറിഞ്ഞുകൊണ്ട് ജീവിക്കുക. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മിഥുനക്കൂറുകാരുടെ നക്ഷത്രപരമായിട്ട് പറഞ്ഞു തരുവാനുള്ളത്. ഇനിയും കർക്കിടക്കൂറാണ്. കർക്കിടക്കൂറിൽപ്പെട്ട പുണർതം, കാല, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം സുഖസ്വസ്ഥ, ദേഹനന്മ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഈ ജാതകരെ സംബന്ധിച്ച് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങളും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി പോകുന്നു. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളും ഒക്കെ അത്ര അനുകൂലമായി വന്നു ചേരണമെന്നില്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. രോഗം, ശത്രുത, കടബാധകളുള്ള വലിയ പ്രതിസന്ധികളൊന്നും ഈ ജാതക ജീവിതത്തിൽ അനുഭവത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമല്ല തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല.
മാരകമായ രോഗങ്ങളൊന്നും ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യതയില്ല. ഭാഗ്യാനുഭവങ്ങൾ ഏറെക്കുറെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. തൊഴിൽപരമായിട്ടുള്ള നഷ്ടം ചിലരുടെ ജീവിതത്തിലുണ്ട്. സ്ഥിരജോലിയുള്ളവർക്ക് തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാതെ കടന്നു പോകുന്നൊരു സാഹചര്യമാണെന്നും അറിഞ്ഞുകൊള്ളുക. ലാഭകരമായ അനുഭവങ്ങൾ ഒരു പരിധിവരെ ഇവരെ സഹായിക്കുന്നു. നഷ്ടസാധ്യതകൾ, ഭൂമി സംബന്ധമായിട്ടുള്ള നഷ്ടസാധ്യതകളും മക്കളെ കൊണ്ടുള്ള തിക്താനുഭവങ്ങളും അല്ലെങ്കിൽ മക്കൾ മുഖേനയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ ജാതകർക്ക് വന്നു ചേരുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നക്ഷത്രഫലമായിട്ട് പറഞ്ഞു തരുവാനുള്ളത്. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്തരം, കാൽ നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം സുഖസ്വസ്ഥ ദേവന്മാർ അത്ര അനുകൂലമായ ദിവസമാകണമെന്നില്ല. പല പ്രകാരങ്ങളിലുള്ള പ്രതിസന്ധികളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ ലാഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നുണ്ടെങ്കിലും സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള തിക്താനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മക്കളെ കൊണ്ടുള്ള സൗഭാഗ്യകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. രോഗം, ശത്രുത, കടബാധകളായുള്ള പ്രതിസന്ധികളൊന്നും തന്നെ ഇല്ലെങ്കിൽ പോലും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വന്നു നിൽക്കുന്ന അല്ലെങ്കിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ മാറി നിൽക്കുന്ന ദിവസമായിരിക്കും തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സ്ത്രീകൾ മുഖേനയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ശത്രുതയും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഈ ജാതകരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഭാഗ്യകരമായ അനുഭവങ്ങൾ ഇവരെ തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഭൂമി കൊണ്ടുള്ള ഭാഗ്യകരമായ അനുഭവങ്ങളാണ് ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നത്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം, രാജയോഗത്തെ കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. നഷ്ടസാധ്യതകളൊന്നും തന്നെ ഈ ജാതകരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമല്ല തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം സുഖം, സ്വസ്ഥത, ദേഹത്തിനും അനുകൂലമായ ഒരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരാത്ത ദിവസമായിരിക്കും തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. രോഗം, ശത്രുത, കടബാധകളാലുള്ള കാര്യങ്ങളൊക്കെ സൈലൻ്റായിട്ട് നിൽക്കുന്നു, ശാന്തമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നു. ഭാര്യാഭർത്തൃ സുഖഹാനിയൊക്കെ ഉണ്ടാകുന്നു. മാരകമായ രോഗങ്ങളൊന്നും തന്നെ വന്നു ചേരുവാൻ സാധ്യതയില്ലെങ്കിലും അതിനുള്ള ഒരു ഭീഷണി ഈ ജാതകരുടെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ഭാഗ്യകരമായ അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരേണ്ടതാണെങ്കിലും പലരുടെയും ജീവിതത്തിൽ ഭാഗ്യക്കേടുകളാണ് ഉണ്ടാകുന്നത്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ചിലർക്കൊക്കെ വലിയ നേട്ടമായിട്ട് വന്നു ചേരുന്നു. ചിലർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും സത്യമായ കാര്യമാണ്. ലാഭകരമായ അനുഭവങ്ങൾ തിങ്കളാഴ്ച ദിവസം വന്നു ചേർന്ന് കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഒക്കെ മെച്ചമാക്കി തരുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. നഷ്ടസാധ്യതകൾ ദാമ്പത്യ ജീവിതത്തിലാണ് വന്നു ചേരുവാൻ സാധ്യതയുള്ളത് എന്നുള്ള അറിവോടുകൂടി തിങ്കളാഴ്ച ദിവസം കന്നിക്കൂറുകാർ ജീവിക്കുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖ, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം സുഖസ്വസ്ഥ, ദേഹത്തിന്മ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങളൊക്കെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നു. അതുപോലെ തന്നെ കാര്യവിജയം അങ്ങോട്ട് സ്മൂത്തായിട്ട് മുമ്പോട്ട് പോകുന്നില്ല. കാര്യത്തിൽ ഏതൊരു കാര്യത്തിൽ ഏർപ്പെട്ടാലും തടസ്സങ്ങളും പ്രശ്നങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഒരു നിശ്ചലാവസ്ഥ ഉണ്ടാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ ജാതകരെ സംബന്ധിച്ച് മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളും കാര്യമായിട്ടുള്ള പുരോഗതി നൽകുന്ന അനുഭവങ്ങളായിട്ട് വന്നു ചേരുന്നില്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. രോഗം, ശത്രുത, കടബാധകളാലുള്ള പ്രതിസന്ധികൾ ഈ ജാതകരുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലവിലില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിതത്തിൽ നല്ല അനുഭവങ്ങളുമായിട്ട് ഈ ജാതകം മുമ്പോട്ട് പോകുന്നു എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഈ ജാതകരുടെ ജീവിതത്തിൽ മാരകമായ രോഗങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും വന്നു ചേരുവാൻ സാധ്യതയില്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ഭാഗ്യകരമായ അനുഭവങ്ങൾ ഈ ജാതകരെ സംബന്ധിച്ച് അനുകൂലമായി നിൽക്കുന്നു എങ്കിലും ചില കാര്യങ്ങളിൽ ഇവർക്കൊക്കെ ഭാഗ്യക്കേടുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ടുള്ള അനാവശ്യമായിട്ട് ചിലവുകൾ, സ്ത്രീകൾ മുഖേനയുള്ള അപവാദങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി വേണം ജീവിക്കുവാൻ. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമായി നിൽക്കുന്നു. ലാഭകരമായ അനുഭവങ്ങൾ ഇവരെ തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ്. ധനധാന്യ സമൃദ്ധിയൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നഷ്ടസാധ്യതകളും വളരെ കുറവാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബന്ധുക്കൾ മുഖേനയുള്ള തിക്താനുഭവങ്ങൾ ഒരുപക്ഷെ വന്നു ചേരാമെങ്കിലും മറ്റു വിധത്തിലുള്ള നഷ്ടസാധ്യതകളൊന്നും തന്നെ വന്നു ചേരാൻ സാധ്യതയില്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാല, അനിഴം, കേട്ട നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം സുഖസ്വസ്ഥ, ദേഹത്തിനും അനുകൂലമായ ഒരു ദിവസമല്ല. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ വേണ്ടുവോളം വന്നു ചേരണമെന്നില്ല. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അനിശ്ചിതത്വം ഉണ്ടാകുന്നൊരു ദിവസമാണ്. ഏതൊരു കാര്യത്തിൽ ഏർപ്പെട്ടാലും അവിടെ തടസ്സങ്ങളും പ്രശ്നങ്ങളും ശത്രുതകളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക. പുത്രദുഃഖമൊക്കെ ചിലരിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. രോഗം, ശത്രുത, കടബാധകളാൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതം അനുകൂലമായ ജീവിത സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. ഈ ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരേണ്ട ദിവസമല്ല. ഭാഗ്യക്കേടുകളൊക്കെ തന്നെയാണ് വന്നു ചേരാൻ സാധ്യതയുള്ളൂ. എങ്കിലും
ഈ ജാതകരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതം കൊണ്ട് ഭാഗ്യകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടമൊന്നും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമല്ല എന്നുള്ളതും മനസ്സിലാക്കുക. ബന്ധുക്കൾ മുഖേന ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യകരമായ അല്ലെങ്കിൽ ലാഭകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഒരു പരിധിവരെ അത് കാര്യവിജയത്തിന് വേണ്ടി ഉപകരിക്കപ്പെടുമെന്നുള്ളതും മനസ്സിലാക്കുക. സ്ത്രീകൾ മുഖേനയുള്ള നഷ്ടസാധ്യതകൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും ഈ ജാതകർ അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ തിങ്കളാഴ്ച ദിവസം സുഖസ്വസ്ഥതേഹന്മാർ അത്ര അനുകൂലമല്ലെങ്കിൽ പോലും ഏറെക്കുറെ സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായി വന്നു ചേർന്നില്ല എങ്കിൽ പോലും ആശ്വാസത്തിൻ്റേതായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ ഒരുപക്ഷെ വീണ്ടുവോളം വന്നു ചേരണമെന്നില്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. വീട്, വസ്തു, വാഹനം, ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമാണ്. മാതൃസ്വത്തൊക്കെ അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ചിലരെയൊക്കെ ജീവിതത്തിൽ അത് തടസ്സപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ കാര്യമായി ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരണമെന്നില്ല. കാര്യവിജയവും പൂർണ്ണമായിട്ടും ഉണ്ടാകണമെന്നില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവങ്ങൾ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ ജാതകരുടെ ജീവിതത്തിൽ രോഗം, ശത്രുത, കടബാധകളാലുള്ള പ്രതിസന്ധികൾ ഒരു പരിധിവരെ നിലനിൽക്കുന്നു എന്നുള്ളതും പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. ഭാഗ്യകരമായ അനുഭവങ്ങൾ ഇവർക്ക് അത്ര അനുകൂലമായി നിൽക്കുന്ന ദിവസമല്ല തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഏറെക്കുറെ അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൂടി പോകുന്നു. ഒരു പ്രതീക്ഷയ്ക്ക് വക നിൽക്കുന്ന തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഈ ജാതകരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ലാഭകരമായ അനുഭവങ്ങളൊക്കെ ഈ ജാതകരെ തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതെങ്കിലും ചിലരുടെയൊക്കെ ജീവിതത്തിൽ അതൊക്കെ തടസ്സപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഈ ജാതകരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് നഷ്ടസാധ്യതകളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞ് ജീവിക്കുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ജാതകർക്ക് സുഖം, സ്വസ്ഥത, ദേഹനിന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാൻ. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുന്നു. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നേട്ടങ്ങൾ അനുകൂലമായി നിൽക്കുന്നു. കാര്യവിജയമൊക്കെ ഇവർക്കുണ്ടാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. രോഗം, ശത്രുത, കടബാധകളാലൊന്നും ഭാരപ്പെടുവാനുള്ള സാധ്യത നന്നേ കുറവാണ്. ഈ ജാതകരുടെ ദാമ്പത്യ ജീവിതം തൃപ്തികരമായ വിധത്തിൽ മുമ്പോട്ട് പോകുന്നു. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമായി നിൽക്കുന്നു. ഭാഗ്യകരമായ അനുഭവങ്ങൾ ഏറെക്കുറെ ഇവരെ തുണയ്ക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ലാഭകരമായ അനുഭവങ്ങൾ ഇവരെ വേണ്ടുവോളം സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യുന്നൊരു ജീവിത സാഹചര്യമാണ് ഉള്ളത്. നഷ്ടസാധ്യതകൾ വളരെ കുറവായിട്ടുള്ളൊരു സാഹചര്യമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ജീവിക്കുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥതേഹന്മാർ അത്ര അനുകൂലമായൊരു ദിവസം അല്ലെങ്കിൽ കുടുംബസുഖവും ധനപരമായ നേട്ടവും സ്ത്രീകൾ മുഖേന ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരുവാനും സാധ്യതയുള്ള ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. എന്നാൽ ഈ കുടുംബത്തിൽ സ്ത്രീകൾ മുഖേനയുള്ള ധനപരവും സ്ത്രീകളുടെ അഭിപ്രായം കൊണ്ട് കലഹമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബത്തിൻ്റെ സ്ഥിതി ഒരുപക്ഷെ അപ്പോൾ പ്രതികൂലമായ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും മനസ്സിലാക്കണം. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങളൊന്നും അത്ര അനുകൂലമായി നിൽക്കുന്ന ദിവസമല്ല. ശത്രുതയും പ്രശ്നങ്ങളുമായിട്ട് ഒരുപക്ഷെ കടന്നു വന്നേക്കാം അവരുടെ ഭാഗത്തു നിന്നുള്ള അനുഭവങ്ങളൊക്കെ. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പുത്രദുഃഖം ചിലരൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കാര്യവിജയം പൂർണ്ണമായിട്ടും ഉണ്ടാകണമെന്നില്ല. തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. രോഗം, ശത്രുത, കടബാധകളുള്ള പ്രതിസന്ധികളൊന്നും ഈ ജാതകരുടെ ജീവിതത്തിൽ ഏതായാലും തിങ്കളാഴ്ച ദിവസം വന്നു ചേരുവാൻ സാധ്യത നന്നേ കുറവാണ്. ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മാരകമായ രോഗങ്ങളോ പ്രശ്നങ്ങളോ ശത്രുതകളോ ഒക്കെ ഈ ജാതകരുടെ ജീവിതത്തിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാകുന്ന ദിവസമല്ല തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് ഭാഗ്യം കൊണ്ട് സ്ത്രീകൾ മുഖേന കുടുംബത്തിൽ ധനം വന്നു ചേരാൻ സാധ്യത ഉണ്ടെങ്കിലും അത് ചിലപ്പോൾ കലഹത്തിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട്. ആ അറിവോടുകൂടി ജീവിക്കുക. ഈ ജാതകരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടം വലിയ അനുകൂലമായ സാഹചര്യത്തെ കൊടുക്കുന്നില്ലെങ്കിലും ലാഭകരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ധാരാളമായിട്ട് വന്നു ചേരുന്നു. ഇവരുടെ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ കൂടി അല്ലെങ്കിൽ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടി ലാഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് വേണ്ടുവോളം വന്നു ചേരുന്ന ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. നഷ്ടസാധ്യതകൾ നന്നേ കുറവാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതികൾ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം സുഖസ്വസ്ഥ ദേഹന്മാർ അനുകൂലമാകണമെന്നില്ല. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും പ്രതീക്ഷയ്ക്കൊത്ത് വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കണമെന്നില്ല. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഭാഗ്യക്കേടുകളൊക്കെ ഉണ്ടാകുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പുത്രദുഃഖം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിൽ ഏർപ്പെട്ടാലും അവിടെ ശത്രുതയോ പ്രശ്നങ്ങളോ ഉണ്ടാകുവാനും മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തന്മൂലം ഉണ്ടാകുവാനും സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ജീവിക്കുക. രോഗം, ശത്രുത, കടബാധയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതം വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സ്ത്രീകൾ മുഖേന ഇവരുടെ ജീവിതത്തിൽ ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ പ്രശ്നമായി മാറുവാൻ സാധ്യതയുള്ള സാഹചര്യമാണ് തിങ്കളാഴ്ച ദിവസം ഉണ്ടാകുക എന്നുള്ളത് അറിയുക. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് ഭാഗ്യകരമായ അനുഭവങ്ങൾ വേണ്ടുവോളം തുണയ്ക്കുന്ന ദിവസമല്ല എന്നുള്ളതും പ്രത്യേകിച്ച് മനസ്സിലാക്കണം.
തൊഴിൽപരമായിട്ടുള്ള നേട്ടം വലിയ അനുകൂലമായ അനുഭവത്തെ നൽകാത്തതുകൊണ്ട് ഇവർക്ക് ധനപരമായ ബുദ്ധിമുട്ടുകൾ തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ നിന്നുണ്ടാകുന്നു. തന്മൂലം കടങ്ങളൊക്കെ വരുത്തി വെച്ചാണ് പലരും ജീവിക്കുന്നത്. ലാഭകരമായ അനുഭവങ്ങളൊന്നും ഇവരുടെ ജീവിതത്തിൽ സഹായകരമായി നിൽക്കുന്ന ദിവസമല്ല. വലിയ നഷ്ടസാധ്യതകൾ നിലനിൽക്കുന്ന ദിവസമല്ല തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് മീനക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായിട്ട് തിങ്കളാഴ്ച ദിവസത്തെ നക്ഷത്രഫലമായിട്ട് ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത്. ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.